അങ്ങനെ ദാ നിൽക്കുന്നു ഉപശ്രീ. തുടങ്ങി. ഞങ്ങൾ അർദ്ധരാത്രിയിൽ മീനെ പിടിക്കാൻ പോവാണ്. ഫിഷ് ഹണ്ടിങ്ങിന് പോവാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. എൻ്റെ സെൽഫി സ്റ്റിക്ക് എവിടെ കുഞ്ഞാ? അങ്ങനെ പറയല്ലോ. തേങ്ങയില്ല. ഇന്നലെ നീ കാരണം എൻ്റെ തല രക്ഷപ്പെട്ടെ. നീ ഇന്നലെ പറഞ്ഞില്ലേ മറ്റേ വണ്ടിയുടെ കാര്യം? ഞാൻ അപ്പുറത്തെ പറമ്പിലെ മറ്റേ ഊഞ്ഞാലേ പോവായിരുന്നു. നീ വണ്ടീൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഓല വീണ്. ഇല്ലേ, എൻ്റെ തലയിൽ ഇരിക്കേണ്ട ഓലയാ. ഓർമ്മയുണ്ടാ? എൻ്റെ തലയിൽ ഇരിക്കേണ്ട ഹായ്, നല്ല ചുമയുണ്ടല്ലോ. കടൽക്കാറ്റൂടെ എത്തുമ്പോൾ കറക്റ്റാവും. ഹലോ, ഉണ്ടല്ലോ. കൊള്ളാം. നമുക്കിത് അച്ചാച്ചിനെ കൊണ്ട് പോലൊരെണ്ണം ഉണ്ടാക്കിപ്പിക്കാം. അതാണ് ലക്ഷദ്വീപിലെ ക്ലബ്ബ്. ഈ പയ്യന്മാരുടെ അതിലൊരു പയ്യനാണ് ഇവൻ. കൂട്ടുകാരന്മാരാണ് ഇവിടെ കേട്ടോ. മീനെ കൊണ്ടുവന്ന് റെഡിയാക്കി എല്ലാ പരിപാടിയും ഇവിടെയാണ്. ഇപ്പം പക്ഷെ നമ്മൾ തോണിയിലാണോ ബോട്ടിലാണോ പോകുന്നത്? ആ തോണിയിൽ നമ്മൾ പോയി ഇപ്പോൾ മീൻ പിടിക്കുന്ന കാണും. ഞാൻ മാത്രം ഇടപെടൂ. അതിനെന്തിനാ സദാചാരം? ആ അവിടെ എല്ലാവർക്കും അറിയണം ആരാരുടെയാന്ന് ബന്ധം അറിയണം. പോയിട്ട് പോന്ന വേണ്ട. എടാ ഒന്ന് കാണിച്ചിട്ട് പോടാ. ആ ഇതത്തിന്റെ അറ്റം ഒന്ന് കാണിച്ച്. ഇത് വെച്ചാണ് നമ്മൾ കൊമ്പസ്രാവിനെ പിടിക്കുന്നത്. അതിങ്ങനെ കൊത്തി കാണിച്ചു തരുമോ? പൊക്കി കാണിച്ചു തരുമോ? അത് മതി. വെള്ളത്തിന്റെ അടിയിൽ ഞങ്ങൾ സങ്കല്പിച്ചോളാം. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. വീഡിയോ എടുക്കുന്ന ഇവർക്ക് പ്രശ്നമില്ലല്ലോ. ഇല്ലല്ലോ. അയ്യോ, ഞാനിപ്പോ ഒഴുകിപ്പോകുമേ. ഞാൻ പെട്ടു. ഇത് പിടിച്ചു തരുമോ? ഇവരൊക്കെയാണ് നമ്മുടെ കൂടെയുള്ളത്. ഹലോ, ആ വിളിക്കാടാ. ബൈ. ഒരു ഹായ് പറയുമോ? ഹായ്. ഹലോ. നമുക്ക് അടുത്ത ദിവസം യൂട്യൂബിൽ കാണാം എല്ലാവർക്കും. നമ്മളിപ്പോ വേറെ ഗസ്റ്റ് ഉണ്ട്. ഇനി ഒരു 5 പേരുണ്ട്. അവരൊക്കെ എവിടെ ഇരിക്കും? ജാക്കറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളം കാണാൻ മൊത്തം ഇടാം. പിന്നെ ഇങ്ങനെ അടുത്ത് പിടിച്ചാൽ കാണാം. ഗവി അറിയാമോ? ഗവി സ്ഥലം കേട്ടിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടോ? വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. ഹലോ. അയ്യോ, ഞാൻ എവിടെ ഇരുന്നാലും ഞാൻ വീഴും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നീന്താലും കുഴപ്പമില്ല. നിനക്ക് നീന്തറിയാലോ. അതെ, എനിക്ക് കമ്പനി ഉണ്ടില്ല. ഞാൻ ഒറ്റപ്പെട്ട് പോയേനെ. ഇവര് വണ്ടി നിറഞ്ഞു. കണ്ടാ മീൻ ചാടുന്നേ? മീനിന് മനസ്സിലായി. വീഡിയോ എടുക്കുമെന്ന്. അഹങ്കാരികൾ.
ചാടാൻ പോവാ? ഒറ്റ ചാട്ടം. നങ്കൂരം ഇടാൻ പോവുകയാണ്. ഇട്ടു ചാടും. വെള്ളത്തിലാണ്. ചാടിക്കോളൂ ഗൈസ്. കൊമ്പ് സ്ലൗവായിട്ട് കയറി വരണേ. വേണ്ട, കൊമ്പ് വേണം. അത് നിർബന്ധം. അതാണ് മെയിൻ. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ നുള്ളുന്ന വഴക്കുണ്ടാക്കുന്നൊക്കെ. ഓ, അതാണോ? കെട്ടാൻ അറിയാത്ത പയ്യനാണിവൻ. ഇവനാണോ കെട്ടാൻ അറിയാത്തവൻ? ഇതേ ചാടി പറഞ്ഞായിരുന്നു. ആ ചാട്ടവും കൂടെ കിട്ടിയേനെ. പോകുന്ന കണ്ടോ? നമ്പറുള്ള മീൻ. ഇതാ ഇപ്പൊ കണ്ണോണോ? നരന്റെ പാട്ടിട്ടല്ലോ മറ്റേ. ഇതാണ്ട് കയ്യില് നോക്ക്. മകനെ കയ്യില് പുറത്ത് എടുത്തിട്ട് വന്നേ. നീരാളി നോക്ക്. അതിനെ കൊണ്ടുപോകണോ? തൊപ്പി മനസ്സിലായി മനസ്സിലായ. ഇതെന്താ കാണിച്ചില്ലല്ലോ. പൊക്ക് വെക്കോടെ ഇങ്ങനെ പടക്കുന്ന മീന്. ഇങ്ക് കയ്യിലായ കുഴപ്പമുണ്ടോ? അതിന്റെ ഇങ്ക് മറ്റേ മഷി ബോട്ടിൽ കയ്യിലാണ്. കഴുകിയെടുക്കും. എന്ത് തൂക്കം ഉണ്ടാവും? കണ്ടില്ല. ഇങ്ങനെ കയറ്റാ എന്റെ കയ്യിൽ നിൽക്കൂല. നിക്കും. എത്ര ഉണ്ടോ? ഇല്ല എത്ര ഉണ്ടോ? എന്നാലും ഒരു ഉണ്ടാവും. 2 പേരൊക്കെ ഉണ്ടല്ലേ? 2 പേരൊക്കെ. ഞാൻ പിടിച്ചതാ. കണ്ടില്ലേ? ഇവിടുന്ന് ഇവിടെ വരെ ഞാൻ പിടിച്ചു. ഇവരാണ് ആ മീൻപിടുത്തക്കാരൻ. ഇങ്ങനെ ഉണ്ടാവുക. ഇതിനെ കുത്തി പിടിച്ചിട്ട് ഇതല്ലേ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മഷി ഉണ്ടാവുക. അപ്പോൾ ഈ സാധനം ഇങ്ങനെ നമ്മൾ കൈ ഇട്ടിട്ട് ഇങ്ങനെ മതിക്കാൻ കുറേ മെടുക്കുണ്ടാവില്ല. മറിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ചാവും. അപ്പോൾ ചത്ത് സാധനം ഹായ് ഗായ്സ്, ഞാൻ ഇവിടെ കിടന്ന് വാള് വെക്കുന്നു, ഇരുന്ന് വെക്കുന്നു. കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപ് ഇത് കോറൽ കിടന്നു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റും. കോറലും ഇതും സെയിം ആയിരിക്കും. അതിൽ കരകക്ഷിയല്ല. ഓഹൈ ഓഹൈ. എവിടെയായി പോന്നേ? മീനല്ലാതെ
കണ്ണ് പോയെന്ന് തോന്നുന്നു. ആ ഓഹോ കൊള്ളാം. ദേ ആടുന്നു. അടിപൊളി അടിപൊളി. ചാകര പടയ്ക്കുന്ന പടയ്ക്ക. ഉറപ്പായിട്ടു ഇനിയിപ്പോ കിടന്നാണ് നമ്മൾ വീഡിയോ എടുക്കുക. കിടന്ന് വാള് വെക്കുക, കിടന്ന് വീഡിയോ എടുക്കുക. അമൂറുണ്ട്, കുട്ടി അമൂറ്. അതില് മുട്ടയുണ്ട് അതിന്റെ വയറ്റില്. ചുമന്ന മീൻ്റെ വയറ്റില് അല്ല ഇങ്ങനെ വീർത്തിട്ടുണ്ട്. ആ മീൻ ഗർഭിണിയാണ്. മുട്ടയുണ്ട്. ഫോൺ മാറ്റി വെച്ചിട്ട് നമുക്ക് ഓപ്പറേഷൻ നിർത്തിയല്ലോ. മീനോട് മീനാണല്ലോ. അങ്ങനെ ഇവർ ഇത്രയും മീനെ പിടിച്ചിട്ടുണ്ട്. അമൂറ് വേറെ അല്ലേ? അമൂറ് എന്താ അത്? അമൂറ് ഇവിടെ പോയി. ആ ഇത് തന്നെ വേറെ അല്ലേ? ഇത് പാരട്ടല്ലേ? ഇതൊക്കെ ഇത് വേറെ. ഇതിന്റെ ചെറുതിനെ കണ്ടായിരുന്നു സ്നോർക്കലിങ്ങിന് പോയപ്പോ. പരിപാടി തുടങ്ങിയിരിക്കുന്നു. അത് പാരട്ട തത്തേനെ ഒരു വഴിക്കാട്ട് മേക്കപ്പ് കളഞ്ഞ് ഉള്ള സൗന്ദര്യം പോയി. ആ ബാ മീൻ തരും. ബാ ഇങ്ങോട്ട് വാ. സുന്ദരിക്കോതയുടെ കിടപ്പ് നോക്കിയ കഴുത്തും മുറിഞ്ഞ് പാവം. അത് നിങ്ങൾ നനഞ്ഞു മസാല ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ മീൻ അവരെല്ലാവരും കൂടെ പിടിച്ച മീൻ വറക്കാനുള്ള മസാല റെഡിയാണ്. മസാല ഉണ്ടാക്കുന്ന ആളെ കിട്ടി. ലക്ഷദ്വീപിലെ പൂച്ചയ്ക്ക് മീൻ കൊടുത്ത മാതൃകയായി. നാളെ കിടത്തല്ലേ മേടിച്ചോണ്ട് പോണം. ഹലോ. ആ മീൻ എന്താന്നറിയോ? ചെമ്പല്ലി. ഓ അതിന് കോൺസെൻട്രേഷൻ കളയാതാ. അത് വെക്കാണ്ട് തിന്നില്ല, കയ്യിൽ പിടിച്ചാൽ തിന്നില്ല. അതിന്റെ കത്ത് വെച്ചോ എനിക്ക് അടിച്ചു പിടിച്ചു പോകും. ഓ ഞാൻ പറഞ്ഞില്ലേ ഓ അതുവഴി പോയാലേ അതിനൊരു മൂഡ് കിട്ടും. അല്ല ആൾക്കാരുള്ള പോവും. അത് എവിടെയാ പോകുന്നത്? പിന്തുടർന്ന് കണ്ടുപിടിച്ച മക്കളെ കൂടെ കാണായിരുന്നു. പോയി നോക്കൂ. ഞങ്ങൾ നല്ല മൂടൽ മഞ്ഞിലാണ് നിൽക്കുന്നത് ഇപ്പോൾ.
നല്ല ഫോഗ്, സോഴ്സ് കാണിക്കണം, നല്ല ഫോഗ് കണ്ടില്ലേ ഈ പടം. അതിന്റെ ചോട്ടിൽ പോയി തലയിരിക്കുന്ന ഒക്കെ ശരിയാ, എല്ലാം correct. ഞാൻ എനിക്ക് വിഷമമുണ്ടെന്ന് കൊള്ളാൻ അല്ലെങ്കിലും അങ്ങനെ പറയുള്ളൂ. എന്റെ മനസ്സങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും. നല്ല മസാലയാണ്. എല്ലാം ഉണ്ട്. ക്ഷയിക്കാണ്ട് അല്ലേ? മുഖം അടച്ചൊന്ന് സ്നേഹിച്ചുവിടാ അവന്. എന്നാ നിന്റെ പിറന്നാളെ നമുക്ക് ഇന്ന് ആഘോഷിക്കാം. ഇതല്ലേ ഇനി അടുത്ത വേണ്ടേ? എനിക്കത് മനസ്സിലായി, അടുത്ത ഇതാണ്. ഒന്നും ചെയ്തില്ല എന്നുള്ള വിഷമം അങ്ങ് മാറിയത്. ഇതിവിടെ വെച്ചേ കോടമഞ്ഞാണ് വീഡിയോ. കോടമഞ്ഞ അങ്ങനെ പറഞ്ഞു. ലക്ഷദ്വീപിലെ കോടമഞ്ഞ് വീഡിയോയിൽ. ഇവിടേക്ക് മഞ്ഞൊന്നും വരൂലല്ലോ അല്ലേ? കോട ഡിസംബർ ടൈമില് കോട അത്ര ഇല്ല. ഈ ബീച്ച് സൈഡിൽ അധികം ഇല്ല. 3-ാം തീയതി മാറ്റി വെച്ചത്. പേപ്പറിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോ കൊറേ ആൾക്കാരോട് വന്നിട്ടുണ്ട്. കോടമഞ്ഞിന്റെ സോഴ്സ് മസാല തേക്കുന്ന ആൾ. ഞങ്ങളോ പാം ടൗൺ റെസിഡൻസി. വീഡിയോയിൽ കാണിച്ചിട്ട് തരാം. അങ്ങനെ സാധനം കിട്ടിയിരിക്കുകയാണ്. സലാഡ് വരാണ്ട് അതൊക്കെ വന്നോട്ടെ. പക്ഷെ ഇത്രയും ഫ്രഷ് മീൻ ഫ്രഷ് ആയിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. കളി കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് മീൻ കാണൂല. ആൾ നമ്മൾ കഴിച്ചു തീരൂലേ? ഇത് പാരറ്റാ. തത്ത തത്ത. അതെന്ത് മീനാ? ഇതും തത്തയാ? എല്ലാം തത്തയാന്ന് തോന്നുന്നു. ആ ചെറുത് തത്തയല്ലെന്ന് തോന്നുന്നു അല്ലേ? തത്തയാ, എല്ലാം സെയിം ആണെന്ന് തോന്നുന്നു. ആ ഗുരുനാഥൻ എവിടെ? മോനിങ് വന്നേ, ഇങ്ങോട്ട് വന്നേ. അല്ല അതിനല്ല, ഇത് തരാനല്ല, ഇങ്ങോട്ട് വാ. ഇതിൽ സെയിം അല്ലാത്ത മീനൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. ഞാൻ കഴിക്കുന്ന എല്ലാം പാരറ്റായി പോന്നു. ഇതിൻ്റെ ഒരു അനാട്ടമി വെച്ച് ഇതെല്ലാം പാരറ്റാണോ? ഇതിനാണ് കൂടുതൽ ടേസ്റ്റ്. ആ, ഒന്ന് ഇത് കുക്കായ വ്യത്യാസം. അല്ല, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നതാണെന്ന് അറിഞ്ഞൂടാ. ആ, ചുമന്ന ചുണ്ടുള്ളതും അതല്ലേ? ഇത് ഒന്നുകൂടെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതുപോലൊക്കെ ഇരുന്ന് കഴിക്കണമെങ്കിൽ ഇനി നമ്മുടെയൊക്കെ കൂടെ വരണം. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഇത് അപ്രതീക്ഷിതമായി നല്ലൊരു ദിവസം.
അപ്പോൾ ഇവിടെ ദ്വീപിൽ നോമ്പിൻ്റെ സമയത്ത് രാത്രി ആരും ഉറങ്ങാറില്ല. രാവിലെ വരെ അവർ ഉണർന്നിരിക്കും, കടകളെല്ലാം തുറന്നിരിക്കും, എന്നിട്ട് പകൽ കിടന്നുറങ്ങും. ഇതൊക്കെ പിള്ളേരെല്ലാം കളിക്കുന്ന കണ്ട. ആ വലിയവരും പിള്ളേരും ഒക്കെ കളിക്കുകയാണ് ഇവിടെ കടൽ തീരത്ത് രാത്രി. അപ്പോൾ സമയം എത്രയെന്നൊന്ന് ഫോണിൽ കാണിച്ചു കൊടുത്തേ കുഞ്ഞാ. 1:52 നോക്ക്. ആളുകളൊക്കെ കളിക്കുന്നു, ഇവിടെ കുറച്ച് പേര് കഴിക്കുന്നു, അവരൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നത് കണ്ട. ഇവിടെ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കും രാത്രിയാകുമ്പോൾ. ഓക്കെ ബൈ. എല്ലാം ഉണർന്നിരിക്കുക. നീയൊക്കെ ഇനി എപ്പോഴാണ് കിടന്നുറങ്ങുന്നത്? എന്നിട്ട് ഓ നിനക്ക് പണിയുണ്ടല്ലോ. സോറി, ആയിക്കോട്ടെ. നീ അവിടെ ഉണ്ടാവുമല്ലോ ഡൈവിങ്ങിന്. നാളെ ഇല്ല? ഓ അതിനി എപ്പോഴാ? ആ ശരി ശരി, ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ്. അവനാണ് കേട്ടോ ഈ വണ്ടി മുതലാളി. വണ്ടി മാറിപ്പോയോ? കുട്ടി എന്താണ് ഈ കാണിക്കുന്നത്? അതുകൊണ്ട് ആ 2 മണിയായി കണ്ട. കടകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങളൊക്കെ ഓടി നടക്കുകയാണ്, പച്ചക്കറി കച്ചവടമൊക്കെ നടപ്പുണ്ട് ഇവിടെ. എന്ത് നല്ല രസം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ റൂമിൽ തിരിച്ചെത്തി. നല്ല അടിപൊളി ദിവസം, നല്ല എക്സ്പീരിയൻസും ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മളൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം ഇതൊക്കെ ഒന്ന്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല, അത് ഞാൻ പറഞ്ഞല്ലോ. പറ്റൂല രാത്രി, അത്രയും നമുക്ക് അത്ര എക്സ്പീരിയൻസ് വേണ്ട. ആ അപ്പോൾ ടാറ്റ.